കല്ലുവിന്റെ മുഖം കണ്ടിട്ട് പിണങ്ങിയ പോലെയുണ്ടല്ലോ. മണിക്കുട്ടി അവിടെ എന്തെങ്കിലും പറഞ്ഞു കാണുമോ? കല്ലു, കല്ലു, നീ എന്നോട് പിണങ്ങി പോവാണോ? പിന്നെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അകത്തേക്ക് വാ, ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം. അതെന്താ, ഞാൻ കൊണ്ടുവന്ന ഐസ്ക്രീം കഴിക്കൂലേ? പൊയ്ക്കോ, അകത്തേക്ക് കയറി ഈ ഐസ്ക്രീം കഴിച്ചിട്ട് നീ പൊയ്ക്കോ. കല്ലു, ഇത് നീ മുത്തുചേച്ചിക്കും
മണിക്കുട്ടിക്കും ഡൊണ്ടൂനും ഒക്കെ കൊണ്ടുപോയി കൊടുത്തേ. കല്ലൂനപ്പ ഐസ്ക്രീം കഴിച്ചിട്ട് പോയാ പോലെ. എന്ത് ഡ്രസ്? എന്നിട്ട് മണിക്കുട്ടി എവിടെ? ഇന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഞാനിവിടെ വന്ന് നിന്നിട്ട് കുറച്ചു നേരമായല്ലോ. നീ തുണി നിവർത്തിയിടുന്നതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. സമാധാനം. കല്ല് പോയി. ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? ഞാനൊന്നും അഹങ്കാരം കാട്ടിയില്ല ചെറിയമ്മേ. പിന്നെ പിന്നെ നീ എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നോ? അത് അത് ഞാൻ ഈ തുണികളൊക്കെ നിവർത്തിയിടുകയായിരുന്നെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് കള്ളമാണെന്ന്. നീ ഇവിടെ വെറുതെ പുറത്തേക്ക് നോക്കി സ്വപ്നം കാണുകയല്ലായിരുന്നോ? അല്ല ചെറിയമ്മേ, ഞാനിപ്പോ നിവർത്തിയിട്ടിട്ട് താഴേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. നീ നിന്നാലും വേണ്ടുന്നില്ല, ഇരുന്നാലും വേണ്ടുന്നില്ല. അടുക്കളയിലോട്ട് വാ, അവിടെ കുറെ ജോലി കിടപ്പുണ്ട്. ഞാൻ വരാം. വന്നാ മാത്രം പോരാ. ഇന്ന് നിന്റെ ഡ്രസ് കീറിയത് ആരടി? നീ തന്നെയല്ലേ? അല്ല ചെറിയമ്മേ, മണിക്കുട്ടിയാ അത് കീറിയത്. ദാ പെണ്ണേ, നീ കള്ളം പറയാൻ നിൽക്കണ്ട. അതേ, നിന്റെ അച്ഛൻ നിനക്ക് വാങ്ങിത്തന്നത് നല്ല വില കുറഞ്ഞ തുണിയിലുമാവും. അത് പെട്ടെന്ന് പിന്നി കീറിയതാവും. അതിന് എന്റെ മോളെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ചെറിയമ്മേ. എന്റെ അടുത്ത് നിന്ന് തന്നെയല്ലേ മണിക്കുട്ടി അത് വലിച്ചു കീറിയത്. നിന്റെ കണ്ണുകൊണ്ട് പെണ്ണെ, നിന്റെ രണ്ട് കണ്ണും ഞാൻ കുത്തി പൊട്ടിച്ചിരിക്കും. ചെറിയമ്മേ, ദേ കേട്ടല്ലോ, എന്റെ മണിക്കുട്ടി നിന്റെ ഡ്രസ്സിൽ തൊട്ടിട്ടില്ല. അങ്ങനെ പറയണം നീ നിന്റെ അച്ഛനോട്. മോളിയാ മാത്രം പോരാ, നിന്റെ അച്ഛനോട് നീ പറഞ്ഞു കൊടുക്കണം നീ തന്നെയാ അത് കീറിയതെന്ന്. ചെറിയമ്മേ, ഞാൻ കീറിയതാണെന്ന് ഞാൻ എന്റെ അച്ഛനോട് പറയില്ല ചെറിയമ്മേ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അങ്ങനെ പറയില്ല. അതെന്താണ് നിനക്ക് അങ്ങനെ പറഞ്ഞാലേ? ചെറിയമ്മേ, എന്റെ അച്ഛൻ എത്ര സന്തോഷിച്ച് വാങ്ങി തന്നതാ എനിക്കത്. എന്നിട്ട് അത് കീറിയെന്ന് ഞാൻ പറഞ്ഞ എന്റെ അച്ഛന് സങ്കടാവൂലേ? നിന്റെ അച്ഛന് സങ്കടമാവോ സങ്കടമാവാതിരിക്കോ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എന്റെ മണിക്കുട്ടിയുടെ പേര് നീ അവിടെ പറയരുത്. പറഞ്ഞ
കൂട്ടുകാരെ